അല്ല ഞാൻ നിങ്ങള് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. അതിന് പരിശോധിച്ചില്ലല്ലോ. കല്യാണമല്ലേ, 10 പെണ്ണുങ്ങൾ വന്ന ഓപ്പറേഷൻ തിയേറ്റർ കളർഫുൾ ആവൂലേ? വരട്ടെ, അതൊന്നും അറിയട്ടെ, അവരറിയട്ടെ. ഇത് എന്റെ ഡോക്ടർ വ്യാജൻ ഡോക്ടറാണ്. വ്യാജൻ ഡോക്ടർ? ആരാ പറഞ്ഞ വ്യാജൻ ഡോക്ടർ എന്ന്? ഞാൻ സർവീസിൽ കയറിയപ്പോ എന്റെ പേര് രാജൻ എന്നാണ്. സർവീസിന്റെ കുണം കൊണ്ട് നാട്ടുകാർ വിളിച്ച പേരാ വ്യാജൻ, അല്ല ഞാൻ വ്യാജനാണോ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കെന്ന് ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് പോകണ്ടാണ്. അതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ ഡോക്ടറെ. ശരി, നമുക്ക് ഞാൻ പറയട്ടെ, ഈ ഓപ്പറേഷൻ വിജയിക്കോ ഇല്ലയോ അത് പറ. നിങ്ങൾക്ക് താലി എടുത്ത് കൈ തന്നാ പോരെ? അത് മതി. ഒരു ഡോക്ടർമാർ സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചാലോ? ഈ റിപ്പോർട്ട് പരിശോധന ഇല്ലാതെ സഞ്ചരിച്ചാലോ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു, രണ്ടുപേരും പ്രാർത്ഥിച്ചോ. വെള്ളങ്കണ്ണി മാതാവേ, 100 മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാം. 100 മെഴുകുതിരി. ഹെഡ് ഓ ടെയിൽ? ടെയിൽ കേട്ടാ, വിജയിക്കും. രക്ഷപ്പെടും, പുള്ളി രക്ഷപ്പെടും, പോലെ സംഭവം രക്ഷപ്പെടും. ഒരു ഓപ്പറേഷൻ വിജയിക്കുമെന്ന് നോക്കുന്നത് ടോസിട്ട് നോക്കിയിട്ട്. നിങ്ങൾ ടോസിട്ട് നോക്കി MBBS എടുത്ത ആളാണോ ഡോക്ടറെ? ഇത് ചെയ്യേണ്ടത് നമ്മൾ. നിങ്ങൾ ഈ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒന്നാമത്തെ കാര്യം. എന്റെ ടെൻഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എന്താണ് ടെൻഷൻ? കുഞ്ഞുനാൾ പോലെ നോക്കി വളർത്തിയ എന്റെ അച്ഛൻ, എന്റെ ദേഹത്തൊരു മുട്ടസൂചി പോലും കൊള്ളിക്കാത്ത എന്റെ അച്ഛൻ. ആ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി കാണണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഇല്ല. എക്സ്ട്രാ ഉണ്ടാ? ആകപ്പാട് ഒരച്ഛനേ ഉള്ളായിരുന്നു. ഇനി എക്സ്ട്രാ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ പലതും